അർത്ഥവത്തായ രീതിയിൽ ഒരു സെമിനാറാണ് ഇതിൻ്റെ സംഘാടകർ ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഉച്ചതിരിഞ്ഞുള്ള സമയത്ത് ഇത്രയും പേര് ഈ ഒരു സെമിനാറിന് എത്തിയെന്ന് പറയുന്നത് തന്നെ സംഘാടകരുടെ ഒരു മികവായിട്ട് ഞാൻ കാണുന്നു. അവരെ ഞാൻ അനുമോദിക്കുന്നു. ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയം നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരനും ആലോചിക്കേണ്ട, അതല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു പ്രതലത്തെക്കുറിച്ചുള്ളതാണ്. ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ ദിവസേനയോളം ഞാനും ഇതിനെക്കുറിച്ച് ആകുലപ്പെടുന്നതാണ്. ഇന്ത്യ എന്നുള്ള ജനാധിപത്യ രാജ്യം അതിൻ്റെ ഭരണഘടന നിഷ്കർഷിക്കുന്ന രൂപത്തിലാണോ പ്രയാണം ചെയ്യുന്നത്? എത്ര കണ്ടത് വ്യതിചലിച്ചു പോകുന്നു? ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ എത്രത്തോളം നമുക്ക് ഈ ദശാസന്ധിയിൽ ഇടപെടാൻ കഴിയും? എങ്ങനെയായിരിക്കണം നമ്മുടെ ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പ്രവർത്തനവുമായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക? കലുഷ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ പുരോഗമന മതനിരപേക്ഷ ചിന്താസരണിയുടെ അവസാനത്തെ തുരുത്തായി വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ പോലും വർഗീയ കക്ഷികൾ മാനം മുട്ടെ റാഗിപ്പറക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കരുപിടിപ്പിക്കേണ്ടത്, രൂപപ്പെടുത്തേണ്ടത്, വികസിപ്പിക്കേണ്ടത്? ഒരുപക്ഷെ ഇതുപോലുള്ള പൊതു ഇടങ്ങളിലാണ് മലയാളിയുടെ പ്രബുദ്ധത പ്രകടിപ്പിക്കേണ്ടത്. ഇതുപോലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് നമ്മൾ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തെ മുറിച്ചു കടക്കേണ്ടത്. ഇത് വലിയ ഗഹനമായ വിഷയമാണ്. പക്ഷേ ഒരു ഉച്ചതിരിഞ്ഞുള്ള ഈ ഒരു സമയത്ത് തീർത്തും ഗൗരവമായ രീതിയിൽ അത് മുന്നോട്ട് പോയാൽ അത് എത്ര കണ്ട് ഫലവത്താവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഹർഷകുമാർ ഇപ്പോൾ ഇവിടെ സംസാരിച്ച സമയത്ത് മാധ്യമങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. പല വേദികളിലും എന്നെ മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, മുൻ മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് ആ ഒരു വിശേഷണം ആഗ്രഹിക്കാത്ത ഒരാളാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രതീകമെന്ന് പറയുന്നത് മാപ്ര എന്നുള്ള സംഭവമായിരിക്കും. അല്ലേ ചേച്ചി, ഞാൻ പറയണത് ശരിയല്ലേ? മാപ്ര എന്നായിരിക്കും. അതായത് ഒരു നെഗറ്റീവ്, ഒരു നിഷേധാത്മകമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും മാധ്യമപ്രവർത്തനത്തിനെ കാണുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യം അഭിമുഖീകരിക്കുന്ന ദുരവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, നാലാമത്തെ നെടുന്തൂൺ, ജനാധിപത്യത്തിൻ്റെ നാലാമത്തെ നെടുന്തൂൺ എന്ന് ഏവരും വിശേഷിപ്പിക്കുന്ന മാധ്യമ മേഖലയുടെ ശോഷണമായിരിക്കും. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ മാധ്യമ ചക്രവാളത്തെ നോക്കിക്കണ്ടൊരു വ്യക്തിയാണ്, അതിൻ്റെ ഭാഗവാക്കായ വ്യക്തിയാണ്. ഇന്ത്യ കടന്നുപോയ ഒരു 3-4 പതിറ്റാണ്ട് കാലത്തെ പ്രധാനപ്പെട്ട വാർത്താ മുഹൂർത്തങ്ങളിലൂടെ ഊളിയിടാനുള്ള ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും എൻ്റെ ഇടനെഞ്ചിൽ ഒരുപക്ഷെ ഒരു വിങ്ങൽ സൃഷ്ടിക്കുന്ന രീതിയിൽ 1992 ഡിസംബർ 6 ഒരു ശൈത്യകാലത്ത് ഫൈസാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു കാറിൽ ഏതാനും മാധ്യമപ്രവർത്തകർ തിങ്ങിയിരുന്ന് പോകുമ്പോൾ അതിലൊരാളാണ് ഞാനന്ന് ഇപ്പോൾ സൂചിപ്പിക്കുമ്പോൾ ഇന്ത്യയെ മാറ്റിമറിച്ച വലിയൊരു ദുരന്തത്തിന് നേർസാക്ഷിയായല്ലോ എന്നുള്ള ഒരു ഭാവം കൂടി എന്നെ വേട്ടയാടാറുണ്ട്. അത് പറയാൻ മറ്റൊന്നുമല്ല, കാരണം ഞാൻ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു ഇളയ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പോകുമ്പോൾ ഞാൻ നെഞ്ചിലേറ്റി കൊണ്ടുപോയ
ഇന്ത്യ എന്നൊരു ആശയമുണ്ട്. ആശയം എന്ന് പറയുന്നത് ഇന്നും നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആശയമാണ്. ഈ ജില്ല, പത്തനംതിട്ട ജില്ല, ഒരുപക്ഷെ ആ ആശയത്തെ വകവരുത്താൻ നടത്തുന്ന പല പരീക്ഷണങ്ങളുടെയും ഒരു പ്രതലമാണ്, പ്രഭവ കേന്ദ്രമാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ് ഞാനത് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ നെഞ്ചിലേറ്റി ഡൽഹിയിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയ ഇന്ത്യ എന്നുള്ള ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെരുവ എന്ന് പറയുന്നത് സാഹോദര്യമായിരുന്നു. ജാതിക്കും മതത്തിനും അതീതമായ ഒരു സൗഹൃദം. എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കേരളത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടതും വലതും പഠിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ജാതിയോ മതമോ എനിക്ക് വിഷയമായിരുന്നേയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ എൻ്റെ സമകാലികരായി കോളേജുകളിലൊക്കെ പഠിച്ച, സ്കൂളുകളിൽ പഠിച്ച ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക. എൻ്റെ കൂടെ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിലും പയ്യന്നൂർ കോളേജിലും തൃശ്ശൂർ കേരളവർമ്മ കോളേജിലൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിയെ തിട്ടപ്പെടുത്തുന്നത് ആ വിദ്യാർത്ഥിയുടെ ഭാവതലങ്ങളെ മുൻനിർത്തിയായിരുന്നു. വളരെ നിർധനായ വിദ്യാർത്ഥിയാണെങ്കിൽ പോലും അവന് പാടാൻ കഴിവുണ്ടെങ്കിൽ പാടാനും, ആടാൻ കഴിവുണ്ടെങ്കിൽ ആടാനും, ചാടാൻ കഴിവുണ്ടെങ്കിൽ ചാടാനും, പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ പഠിക്കാനും, മുദ്രാവാക്യം വിളിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ഉറക്കെ വിളിക്കാനുമുള്ള ഒരു ജനാധിപത്യ അന്തരീക്ഷത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഞാൻ. ഒരിക്കലും അവൻ വരുന്നൊരു സാമൂഹ്യ സാഹചര്യത്തെയോ ജാതി മത പശ്ചാത്തലത്തെയോ പരിശോധിച്ചുകൊണ്ട് ആ ഒരു വിദ്യാർത്ഥിയെ വിലയിരുത്തുന്ന ഒരു സമ്പ്രദായം ഒരിക്കലും ഞാൻ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ സാമൂഹ്യ തലത്തെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാനിപ്പോൾ 92 ഡിസംബർ 6 കുറിച്ച് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ സംവാദം സംഘടിപ്പിക്കുമ്പോൾ ബാബറി മസ്ജിദിനെ മുൻനിർത്തിയുള്ള സുപ്രധാന വിധിന്യായത്തിന് രൂപം നൽകിയ ഒരു മുഖ്യ ന്യായാധിപനായിരുന്ന ചന്ദ്രചൂഡ് കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. നമ്മുടെ ജുഡീഷ്യറി, ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്തേണ്ട മാധ്യമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണുകളിലൊന്നായ ജുഡീഷ്യറി എത്ര കണ്ട് വ്യതിചലിച്ചു പോയി എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് വേണം ചന്ദ്രചൂഡിൻ്റെ വാക്കുകളെ കാണാൻ പറ്റി. രാജുവിൻ്റെ പേര് ഞാൻ പരാമർശിച്ചോട്ടെ, രാജുവിൻ്റെ സാന്നിധ്യത്തിൽ കുറച്ച് പേര് പറഞ്ഞു. 1992 ഡിസംബർ 6 അത് പറയാനൊരു കാരണം ഞാൻ വീണ്ടും ഊന്നിപ്പറയാം. ഞാനെന്നുള്ളൊരു മലയാളി സ്വാഭാവികമായിട്ടും നെഞ്ചിലേറ്റുന്ന ഇന്ത്യ എന്നുള്ള ആശയത്തെ മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ചൊരു വ്യക്തി, ഒരിക്കലും ആഗ്രഹിക്കാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത, വിഭാവനം ചെയ്യാത്ത ഒരു പ്രത്യേക അവസ്ഥയ്ക്കാണ് അയോധ്യയിൽ, അതല്ലെങ്കിൽ ഫൈസാബാദിലെ ഇരട്ട പട്ടണത്തിൽ ഹിന്ദുത്വവാദികൾ രൂപം കൊടുത്തത്. ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ നഗ്ന നേത്രങ്ങളിലൂടെ ഞങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായി 5 നൂറ്റാണ്ട് തലയുയർത്തി നിന്നിരുന്ന ബാബറി മസ്ജിദ് ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇന്ത്യ മാറിയിരിക്കുന്നു, മാറിത്തുടങ്ങിയെന്ന്. ഒരു ഇരുണ്ട ഗുഹയിലൂടെയാണ് ഇന്ത്യ പ്രവേശിച്ചത്. ഒരുപക്ഷെ ഞാൻ അന്ന് പത്രത്തിൽ എഴുതിയ വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടപ്പുണ്ട്. ഇപ്പോഴും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ആ വരികൾക്ക് ഒരു തരത്തിലുള്ള ഒരു പോറലുമില്ലാതെ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെത്രത്തോളം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് പറയാനും വേണ്ടിയിട്ടാണ്. ശൈത്യമായ കാലാവസ്ഥയിൽ അയോധ്യയിലേക്ക് പോകുന്ന ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ മതനിരപേക്ഷ ഭാരതത്തിൻ്റെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരുന്നു ആ യാത്രയെന്ന് ഒരിക്കലും നനച്ചിരുന്നില്ല. രണ്ടാമത്തെ നെടുന്തൂണിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അയോധ്യ വിധിന്യായത്തിന് അലകും പിടിയും സമ്മാനിച്ച മുൻ മുഖ്യ ന്യായാധിപൻ ചന്ദ്രചൂഡ് പറയുകയാണ്,
ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞത് പണിതത് ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണ്, അത് വിധിനായത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത ശ്രീനിവാസ് ജെയിൻ എന്ന് പറഞ്ഞ NDTVയിലെ മുൻ പത്രപ്രവർത്തകൻ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങളുടെ വിധിനായത്തിൽ, താങ്കൾ തയ്യാറാക്കിയ വിധിനായത്തിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. മാത്രമല്ല, അമ്പലം പൊളിച്ചാണ് പള്ളി പണിതത് എന്നുള്ള ഒരു തെളിവും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നാണ് ആ വിധിനായം പറയുന്നതെന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പോലും ആ മുഖ്യ ന്യായാധിപൻ ആ വിധിനായത്തിന്റെ പ്രസക്തമായ തലങ്ങളിലേക്ക് പോകാൻ തയ്യാറായില്ല. ജുഡീഷ്യറി എത്ര കണ്ട് മാറി. ഇനി എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രിയെ കുറിച്ച് ഹർഷകുമാർ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഇന്നേ വരെ ഒരു പത്രസമ്മേളനവും നടത്താത്ത ലോകത്തിലെ ഏക ഭരണാധികാരി നരേന്ദ്രമോദിയാണെന്ന് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചൊക്കെ പറയാം. അദ്ദേഹം എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ചോദ്യം ചോദിക്കുന്ന പത്രക്കാരനെ യു ആർ സ്റ്റുപ്പിഡ് എന്നൊക്കെ പറയാനുണ്ട്. അതൊക്കെ അത് വേറെ കാര്യമാണ്. പക്ഷേങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നിന്നു കൊടുക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് മേനി നടിക്കുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മദർ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലം ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടില്ല. നെഹ്റു മുതൽ ആദ്യത്തെ പ്രധാനമന്ത്രി മുതൽ അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രി വരെ എത്രയോ എണ്ണമറ്റ മാധ്യമ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പ്രധാനമന്ത്രിമാരുടെ ഒപ്പം പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട്, വിദേശത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ എന്താണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു 20-25 മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കൂടെ കൂട്ടും. ഞാൻ 2-3 വട്ടം അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ കൂടെ പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് പ്രധാനമന്ത്രി ഫ്ലൈറ്റിന്റെ മുൻ സീറ്റിലിരിക്കും. എന്നിട്ട് പത്രപ്രവർത്തകരോട് പറയും, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാൻ പറയും. അവർക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കും. 1 മണിക്കൂർ നേരം പലതരത്തിലുള്ള ചോദ്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ആ വിദേശ രാജ്യത്ത് എത്തിക്കഴിയുമ്പോൾ വിദേശ രാജ്യത്തെ ഭരണാധികാരിയുമായി സംയുക്ത പത്രസമ്മേളനം നടത്തുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന പത്രപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇതും കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുമ്പോൾ വിമാനത്തിൽ വെച്ച് അദ്ദേഹം ഒരിക്കൽ കൂടി മാധ്യമപ്രവർത്തകരെ കാണും. അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാനം സന്ദർശിക്കുകയാണെങ്കിൽ അവിടെയുള്ള പത്രപ്രവർത്തകർക്ക് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ടാകും. ഇതുകൂടാതെ ഒരു ദേശീയ പത്രസമ്മേളനം ഒരു തവണയെങ്കിലും ഒരു വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ നടത്തിയിരുന്നു. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നാഷണൽ പ്രസ് മീറ്റ് എന്നുള്ള പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായിട്ട് 2 മണിക്കൂറോളം സമയം ചെലവഴിക്കുന്നു. വൈവിധ്യമാർന്ന ചോദ്യങ്ങൾ, സമൂഹത്തിന്റെ വിവിധ വശങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ചോദ്യങ്ങളോട് അദ്ദേഹം സർഗാത്മകമായി പ്രതികരിക്കും. ഇന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹം മറുപടി പറയാൻ സന്നദ്ധനാകുന്നില്ല. ഞാൻ അദ്ദേഹം പാർലമെന്റിൽ ചെലവഴിക്കുന്ന സമയത്തെക്കുറിച്ച് കണക്കൂട്ടി നോക്കി. പണ്ടൊക്കെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പാർലമെന്റിൽ മഹാനായ AKG ഒക്കെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം കാത് കൂർപ്പിച്ചിരിക്കും. AKGയോട് പറയും, കൈകൊണ്ട് കാണിക്കും, കുറച്ചുകൂടി സംസാരിക്കൂ. അത് കഴിഞ്ഞ് അദ്ദേഹം സ്പീക്കറോടോ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനോടോ നെഹ്റു പറയും, ഒരു കാര്യം ചെയ്യൂ, അങ്ങ് പ്രതിപക്ഷ നിരയിലെ അംഗങ്ങൾക്ക് കുറച്ചുകൂടി സമയം നൽകൂ. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ പറയും, അവർക്കുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ നെഹ്റു പറയും, എൻ്റെ പാർട്ടിക്കാർ പറയുന്നത് എനിക്ക് ഹൃദ്യമായി തോന്നുമെങ്കിലും അത് രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കില്ല. ഒരുപക്ഷെ ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ
പ്രതിപക്ഷ നിരയിലെ അംഗങ്ങൾ സംസാരിക്കണം. അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്നും സഭയുടെ രേഖകളിലുണ്ട്. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് എത്ര കാതം, എത്ര മൈലുകളായിരിക്കും. ആ വിടവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ശാന്ത സമുദ്രത്തെക്കാൾ വിസ്തൃതിയാർന്ന വിടവായിരിക്കും. അതുകൊണ്ടല്ലേ ജവഹർലാൽ നെഹ്റു അന്നത്തെ രാഷ്ട്രപതിക്ക് എഴുതിയത്, ശ്രീ രാജേന്ദ്ര പ്രസാദ്, നിങ്ങൾ മതനിരപേക്ഷ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസധാരയുടെ രാഷ്ട്രപതിയല്ല. അതുകൊണ്ട് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ പോകുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്, നിങ്ങൾ പോകാൻ പാടില്ല എന്ന് അദ്ദേഹം ഒന്നിലേറെ കത്തുകൾ അന്നത്തെ പ്രസിഡന്റിന് എഴുതിയത് എന്തുകൊണ്ടാണ്? ആ പ്രധാനമന്ത്രിയിൽ നിന്ന് ഈ പ്രധാനമന്ത്രിയിലേക്ക് എത്തുമ്പോൾ ഒരു മതനിരപേക്ഷ രാജ്യത്തിന്റെ ഭരണകർത്താവ് മുഖ്യ പൂജാരിയുടെ വേഷഭൂഷാദികളോടെ പൂജാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഇന്ത്യ എന്നുള്ള രാജ്യം എത്രത്തോളം ശുഷ്കമാകുന്നു, വ്യതിചലിച്ചു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടണം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സംസ്ഥാനത്ത് പോയി, മണിപ്പൂരിൽ. ആ സംസ്ഥാനം 2 വർഷമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷമായിട്ട് ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. എന്നുവെച്ചാൽ BJP-യുടെ സർക്കാർ അവിടെയും BJP-യുടെ സർക്കാർ കേന്ദ്രത്തിലും. ഒരു സംസ്ഥാനം, 28 സംസ്ഥാനങ്ങളൊന്നായ മണിപ്പൂർ 2 വർഷമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, പ്രധാനമന്ത്രി സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ട് മണിപ്പൂരിലേക്ക് പോകണം, ഇംഫാലിൽ പോകണം, മലമടക്കടിൽ പോകണം, ജനങ്ങളെ വിളിച്ചു വരുത്തണം, നമുക്ക് എല്ലാവർക്കും കൂടി പോകാം, അവരെ സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അദ്ദേഹം വിദേശ പര്യടനത്തിന് പോയി, ഒരുപാട് രാജ്യങ്ങൾ കറങ്ങി. 2 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മണിപ്പൂർ സന്ദർശിച്ചത്. പക്ഷെ അപ്പോഴേക്കും ആ സംസ്ഥാനം സമാധാനത്തിന്റെ പാതയിൽ നിന്ന് എത്രത്തോളം വ്യതിചലിച്ച് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അദ്ദേഹം സന്ദർശിച്ച ആ ദിവസവും അക്രമം ഉണ്ടായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലഡാക്കിൽ ഇപ്പം വാങ്ചൂക്ക് എന്ന് പറഞ്ഞ ആളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതായിട്ടൊരു വാർത്തയുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ ലഡാക്ക് ഭവനിൽ നിരാഹാരം ഇരുന്നപ്പോൾ സഖാവ് ബൃന്ദാക്കാരട്ടും ഞാനും കൂടി അദ്ദേഹത്തെ പോയി സന്ദർശിച്ചിരുന്നു. BJP-യുടെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ജമ്മു കാശ്മീരിലെ അക്രമങ്ങൾ കറുതി വരുത്തണമെങ്കിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയിൽ മാത്രമല്ല, ആ സംസ്ഥാനത്തെ 2ആയിട്ട് കീറിമുറിച്ച് ആ 2 തുണ്ടുകൾക്കും കേന്ദ്രഭരണത്തിന്റെ ഒരു പദവി ചാർത്തി കൊടുക്കണമെന്ന് അവർ നിശ്ചയിച്ചു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കാൻ കഴിയുമെന്ന് മോഡി തെളിയിച്ചത് അങ്ങനെയായിരുന്നു. നോക്കുക, ഇപ്പൊ ലഡാക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഇതുപോലെ ഒരു പ്രതികൂലാവസ്ഥയെ നേരിട്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. വിദേശ നയത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. എന്താ കാരണം വെച്ചാൽ മൈ ഫ്രണ്ട് ട്രംപ് എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ മോഡി. പത്മകുമാറെ, ഇദ്ദേഹം ഏത് രാഷ്ട്രത്തലവനെ കണ്ടാലും പോയി അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി. ട്രംപ്, അദ്ദേഹത്തിനെ ഫ്രണ്ട് ട്രംപ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ മൈ ഫ്രണ്ട് ട്രംപിനെ അദ്ദേഹം മൈ ബെസ്റ്റ് ഫ്രണ്ട്. വിദേശകാര്യത്തിലാണ് ഇപ്പം പത്മകുമാരൻ താല്പര്യമല്ലേ? അതെ, ആ സെലക്ഷൻ ചെയ്തു. ഇന്ന് ലോകത്തിലെ ഒരു രാജ്യത്തിന് മേലും ചുമത്താത്ത ബ്രസീലിന് മുകളിൽ ചുമത്തി. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തിരിവ് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ ഇവിടെയുള്ള സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അവിടെ വന്നിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. നോക്കുക എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടീവ് പ്രവർത്തിക്കുന്നതെന്ന്. ഇപ്പൊ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചും
അതിൻ്റെ അപജയത്തെക്കുറിച്ചും പറയുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഗവൺമെന്റിന് സംഭവിക്കുന്ന അപജയത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ മുൻ മുഖ്യ ന്യായാധിപനായിട്ടുള്ള NV രമണൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം അസ്തമിച്ചിരിക്കുന്നു എന്ന്. ഇപ്പം ഡൽഹിയിലൊക്കെ ഉള്ള മാധ്യമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് മാനേജ് ചെയ്യുന്ന പത്രമാധ്യമങ്ങളായി മാറിയിരിക്കുന്നു. ഡൽഹിയിലൊക്കെയുള്ള ടെലിവിഷൻ ചാനലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം വെറുപ്പും വിദ്വേഷവുമാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ചകളിൽ മുഴുവൻ ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങൾക്ക് പ്രഭാകേന്ദ്രങ്ങളായി സ്റ്റുഡിയോകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരു ശോഭനമായ രീതിയിലുള്ള സൂചകങ്ങളും ബീജങ്ങളൊന്നും വരാത്തതിന് കാരണം ഇന്ത്യയെ താങ്ങി നിർത്തുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന നെടുന്തൂണുകൾക്ക് സംഭവിച്ച ക്ഷതമാണ്. ഇപ്പം പാർലമെൻറ്റിൽ ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ച് ഹർഷകുമാർ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഒരു മികവല്ല. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എനിക്ക് നൽകിയ ധൈര്യവും തൻ്റെ ഇടവുമാണ് ഒരുപക്ഷെ പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് മോഡിയെയും അമിത്ഷയെയും നോക്കി നിങ്ങളുടെ നല്ല രാമൻ, നിങ്ങൾക്കുള്ളത് നാദു രാമനാണെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ എനിക്ക് നൽകിയ ആ ദിശാബോധമാണ്, ദൂരക്കാഴ്ചയാണ്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു സമ്മേളനത്തിലാണ് ഞാനിങ്ങനെ പ്രസംഗിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം 400 സീറ്റിന്മേൽ നേടുമെന്ന് BJP അഹങ്കരിച്ചുകൊണ്ട് ആ ഒരു ഹുങ്കിൻ്റെ രഥയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഞാൻ എഴുന്നേറ്റ് അങ്ങനെ സംസാരിച്ചത്. ഞാൻ സംസാരിച്ചിരുന്ന ശേഷം എന്നെ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചു. വലിയ പ്രധാനപ്പെട്ട, ഈ രാജ്യസഭ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് താപ്പാനകളുള്ള സ്ഥലമാണ്. ഇത് മുൻ പ്രധാനമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, വളരെ അശുക്കളായിട്ടുള്ള ചില ആൾക്കാർ നമ്മളെപ്പോലുള്ള പാവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, ബ്രിട്ടാസ്, നിങ്ങൾ ചെറുപ്പമാണ്, ഒരിക്കലും അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടത്തരുത്. ഇവർ അപകടകാരികളാണ്, അവരെന്തും ചെയ്യും. ഒന്ന് മയത്തിൽ സംസാരിക്കണം, അതല്ലെങ്കിൽ അവർ പ്രകോപിതരാകും. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊന്നും മടിയിൽ കനമില്ല, എന്തും പറയാം. ഞാൻ പ്രതിഫലിപ്പിച്ചത്, പ്രതിദാനം ചെയ്തത് കേരളത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ്. കേരളം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അവിടെ അടിവരയിട്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇവർ 400 സീറ്റ് കിട്ടുമെന്ന് കൊട്ടിഘോഷിച്ചു. ആ സീറ്റുകളുടെ എണ്ണം 240 കോപ്പുകുത്തി. അങ്ങനെ 240 കൂപ്പുകുത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നീട് നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഞാനന്ന് സംസാരിച്ചതിൻ്റെ ചില പ്രതിധ്വനികൾ കോൺഗ്രസ് ബെഞ്ചുകളിൽ നിന്നുണ്ടായി തുടങ്ങി. എന്താ, അപ്പോഴാണ് അവർക്കൊരു ധൈര്യം വന്നത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇന്ത്യക്ക് ദിശാബോധം പകരുന്നത് എന്ന് പറയാൻ വേണ്ടി കൂട്ടിയാണ് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചത്. ഇടതുപക്ഷം നിങ്ങളവിടെ പോയിട്ട് എന്താ കാര്യം എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ ഇവിടെ ഉയരുന്നൊരു സംഭവം, നിങ്ങളവിടെ പോയാൽ നിങ്ങൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷമൊന്നും കിട്ടില്ല, പിന്നെ കിട്ടിയാലും ചിലപ്പോൾ നിങ്ങൾ മന്ത്രിമാരാകണമെന്നില്ല, അപ്പം നിങ്ങൾ എന്തിനു തിരഞ്ഞെടുക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇടതുപക്ഷമില്ലാത്ത ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കണ്ണു നട്ട് നോക്കിയാൽ മതി. ഇന്ന് ഉത്തരേന്ത്യയിലെ 12 സംസ്ഥാനങ്ങൾ, അതിൽ കർണാടക കൂടി ഞാൻ ഉൾപ്പെടുത്തേണ്ടി വരും, 12 സംസ്ഥാനങ്ങളിൽ നമ്മളൊന്നും ചർച്ച ചെയ്യാത്ത രൂപത്തിൽ അവിടെ മതപരിവർത്തന നിയമങ്ങൾ, നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും വളരെ നിഷ്കളങ്കമാണ് ആ നിയമങ്ങൾ. ഇപ്പോൾ രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം മതപരിവർത്തന നിരോധന നിയമം ഭേദഗതി ചെയ്തു.
മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി അതിനെക്കുറിച്ചൊരു അക്കമാന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ ആ നിയമങ്ങൾ പരിശോധിച്ച് നോക്കി. ഇന്ന് ഉത്തരേന്ത്യയിൽ ആരെങ്കിലും, ഇപ്പൊ യു പിയിലോ രാജസ്ഥാനിലോ ഛത്തീസ്ഗഡിലോ ആ സംസ്ഥാനങ്ങളിലെ ആരെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, പെരുന്നാളിൻ്റെ ദിവസം ഒരു ഹിന്ദുവായ ഒരു വ്യക്തിക്ക് ഈദ് മുബാറക്ക് എന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതപരിവർത്തനത്തിന് അവരെ പ്രലോഭിപ്പിക്കുന്നു എന്നുള്ള പേരിൽ വേണം അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഹാപ്പി ക്രിസ്മസ് എന്നൊരു സന്ദേശം വാട്സപ്പിൽ അയച്ചാൽ നാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും. ബറേലി എന്നുള്ള സ്ഥലത്തെ ജില്ലാ ജഡ്ജി അമ്പരപ്പെട്ടു. എന്താ കാരണം? നമ്മളൊക്കെ വിചാരിക്കും ഈ കീഴ്ക്കോടതികൾ മുഴുവൻ ഈ പറയുന്ന പ്രത്യേക സാമൂഹ്യ അവസ്ഥയിലൂടെ കടന്നുപോയി. പക്ഷെ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ട്. ബറേലിയിലെ ജഡ്ജി അമ്പരന്ന് പോയി. 2 പേരെ 6 മാസം ജയിലിലിട്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു എന്താണ് കാരണം? അവരുടെ വീട്ടിൽ ബൈബിളുണ്ട്. അവരുടെ വീട്ടില് ബൈബിളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥം തങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വച്ചു എന്നുള്ളൊരു കാരണത്താൽ 2 പേര് ബറേലിയിൽ ജയിലില്ല. അസമില് ഇന്റർഫെയ്ത്ത് ട്രാൻസാക്ഷൻസ് നിരോധിച്ചു, സ്വത്ത് വകമാറ്റം. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ കഴിഞ്ഞ ഒരു ചടങ്ങിലും കൂടി സൂചിപ്പിച്ചതാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ഹിന്ദുവിന് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ കൈമാറാൻ പറ്റില്ല. ഇത് കേരളത്തിൽ കൊണ്ടുവന്നാൽ എന്തായിരിക്കും വിപത്ത്? അതായത് മതങ്ങൾക്കിടയിൽ, വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ സ്വത്ത് കൈമാറ്റം പോലും നിരോധിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ അവസ്ഥ കടന്നുപോയിരിക്കുന്നു. ഒരുപക്ഷെ മലയാളികൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ എപ്പോഴും പറയും. എന്താ കാരണം വെച്ചാൽ ഈ അലോസരങ്ങളൊന്നും അവർ അറിയുന്നില്ല എന്ന് മാത്രമല്ല, പലരും അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ ഉത്തരേന്ത്യയിലെ ഈ ഹിന്ദുത്വ രഥയോട്ടത്തെക്കുറിച്ച് പലപ്പോഴും കുശല സംഭാഷണങ്ങൾ ഞാൻ പറയുമ്പോൾ പലരും നിസ്സംഗത നടിക്കും. എന്താ കാരണം? അവരനുഭവിച്ചിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തന എന്ന നിലയിൽ എത്രയോ വർഗീയ കലാപത്തിനിടയിലൂടെ ചോരച്ചാലുകൾ ചവിട്ടി മുമ്പോട്ട് പോകാൻ നിർബന്ധിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി എന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗുജറാത്ത് കലാപത്തിന് ശേഷം, കലാപത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഏതാനും മാധ്യമപ്രവർത്തകർ അഹമ്മദാബാദിൽ പോയി. ഗാന്ധിനഗറിലോ അഹമ്മദാബാദൊക്കെ സന്ദർശിച്ചു. ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നപ്പോൾ ഒരു പാവപ്പെട്ട ഉമ്മ, നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഒരു മനുഷ്യത്വം അല്പമെങ്കിലും അവശേഷിക്കുന്ന ഒരു വ്യക്തി ഒരു നേരം ഒന്ന് തേങ്ങിപ്പോകും. ആ ഉമ്മ ചുക്കിച്ചുളിഞ്ഞ പ്രായാധിക്യം കൊണ്ട് ആ അമ്മയുടെ മക്കളെയൊക്കെ അവർ ചുട്ടുകൊന്നു. അമ്മ മാത്രം അവശേഷിക്കുന്നു. ആ ഉമ്മ മാത്രം അവശേഷിക്കുന്നു. അദ്ദേഹം, ആ ഉമ്മ അഭയാർത്ഥി ക്യാമ്പിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ ഞങ്ങളോട് അവരുടെ കഥനകഥകൾ പറഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആ ഉമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, മോനെ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ആ ഉമ്മയുടെ മുഖം ദീപ്തമായി. ഉമ്മ പറഞ്ഞു, മോനെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക ഇടം കേരളമാണ്. ആ കേരളത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ആ ഉമ്മ ചോദിച്ചു. നോക്കുക, കേരളം കണ്ടിട്ട് പോലുമില്ലെങ്കിൽ പോലും തങ്ങളുടെ ജീവന്റെ തുടുപ്പുകൾ നിലനിർത്താൻ കഴിയുന്ന ഒരു ഭൂമിക കേരളം മാത്രമാണെന്ന് തിരിച്ചറിയുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അവരെ പോലുള്ള ആൾക്കാർ കേരളത്തെ വിലമതിക്കുമ്പോൾ കേരളത്തിൽ ഒരു സുരക്ഷിതത്തിൽ കഴിയുന്ന ആൾക്കാർ ഇത്രത്തോളം അവരെ വിലമതിക്കുകയോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ എന്ത് പറ്റി? ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ കയറിയിരിക്കും. ഇങ്ങോട്ട് വാ, ഉള്ളിലേക്ക് കയറ്. എവിടുന്ന് വരുന്നത്? പത്മകുമാർ, ഇതെന്താണ് ഒരുപാട് പേര് വന്നിരിക്കുന്നത്? വേറെ വല്ല പരിപാടിക്ക് വന്നവരാണോ? ഈ പരിപാടിക്ക് തന്നെയാണ്. ഹോള് തെറ്റിയിട്ടൊന്നും വന്നല്ലോ അല്ലേ? നമ്മുടെ ചെറുപ്പക്കാർക്കൊന്നും രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ലെന്ന് ഇവർ പറയാറുണ്ട്. പക്ഷെ നോക്ക് എത്ര ചെറുപ്പക്കാരാണ് വരുന്നത്. രാജു
പിൻവലിച്ച എന്തായാലും നമ്മുടെ SFIക്കാർ വരുന്നതുകൊണ്ട് ഒരുപക്ഷെ അതിനെക്കുറിച്ചും കൂടെ സംഭവിക്കാം. ഒരു ഇന്ത്യയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇനി നാളെ ഈ പിള്ളേരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പേരക്കിടാങ്ങളൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ബാബറി മസ്ജിദ് എന്നുള്ള പേരുണ്ടാവില്ല. ഇപ്പൊ NCERTയുടെ സിലബസിൽ ബാബറി മസ്ജിദ് ഇല്ല. 3 താഴികക്കുടങ്ങളുണ്ടായിരുന്ന തർക്കമന്ദിരം എന്ന് മാത്രമേ ഉള്ളൂ, പേരില്ല. ബാബറി മസ്ജിദ് ഉള്ള പേരില്ല. നമ്മുടെ ചരിത്രമൊക്കെ തലകീഴെ മറിഞ്ഞു. ഇപ്പൊ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പല സംവാദങ്ങളിലും ഏർപ്പെടുമ്പോൾ നമ്മളെ തുറച്ചു നോക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ വിദ്യാർത്ഥി എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ 6 വർഷം പഠിച്ചതാണ്. അന്ന് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഏത് വിഷയത്തെക്കുറിച്ചും JNUവിൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാമായിരുന്നു, സംവാദത്തിൽ ഏർപ്പെടാമായിരുന്നു. അത് ലിബിയയെക്കുറിച്ചാണെങ്കിലും വേണ്ടില്ല, ജമ്മു കാശ്മീരിനെ കുറിച്ചാണെങ്കിലും വേണ്ടില്ല, ഉഗാണ്ടയെക്കുറിച്ചാണെങ്കിലും വേണ്ടില്ല, ഏത് രാജ്യത്തെക്കുറിച്ചും ഏത് വിഷയത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് JNUവിൽ അങ്ങനെ ഒരു ചർച്ച നടന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ദേശദ്രോഹിയായി മുദ്രകുത്തപ്പെടും. ഇന്ന് JNUവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ തീഹാർ ജയിലിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക അവസ്ഥ എത്ര കണ്ട് മാറുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇക്കാര്യം പ്രതിപാദിക്കുന്നത്. ചരിത്രബോധം മാത്രമല്ല, ശാസ്ത്രബോധം പോലും നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ്. പാർലമെന്റിൽ ഞാൻ നോക്കുമ്പോൾ BJP അംഗങ്ങൾ സമാജ്വാദി പാർട്ടി അംഗങ്ങൾക്കെതിരെ അതിശക്തമായി ആക്രോശിക്കുകയാണ്. എന്താ കാരണം? രജപുത്ര രാജാവായിരുന്ന റാണാ സിംഗയെ അപമാനിച്ചു എന്നുള്ളത്. അന്ന് BJPയുടെ രാംജിലാൽ സുമൻ എന്ന് പറഞ്ഞ MP പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ ബാബറെ തീവ്രവാദിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്കൊരു സംശയമുണ്ട്, പത്മകുമാർ, ഇയാൾ ബാബറിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. എനിക്ക് സംശയമുണ്ട്. അത്രത്തോളം ചരിത്രബോധം ഇല്ലാത്തവരൊക്കെയാണ് ഇവിടെ ഈ സംഗമത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ. ബാബറെ കുറിച്ച് പറയാറില്ല. അതെ, അപ്പൊ ബാബറെ കുറിച്ച് പറഞ്ഞപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ, അതായത് മുഗൾ രാജവംശത്തിന് തുടക്കം കുറിച്ച് ബാബറെ കുറിച്ച് പറഞ്ഞപ്പോൾ രാംജിലാൽ സുമൻ പറഞ്ഞു, രജപുത്ര രാജാവായിരുന്ന റാണാ സിംഗയല്ലേ ഇബ്രാഹിം ലോധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നത്. അതല്ലേ ചരിത്രം? ഇബ്രാഹിം ലോധിയുടെ ഭരണത്തിന് അറുതി കുറിക്കാൻ വേണ്ടിയിട്ട് രജപുത്ര രാജാവായിട്ടുള്ള റാണാ സിംഗ എന്ത് ചെയ്തു? ബാബറെ ക്ഷണിച്ചു വരുത്തി. അങ്ങനെ ബാബർ വന്ന് യുദ്ധം ചെയ്ത് ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോകുമെന്നാണ് റാണാ സിംഗ കരുതിയത്. അദ്ദേഹം തിരിച്ചു പോയില്ല, അവിടെ താവളം ഉറപ്പിച്ചു. പിന്നീട് രജപുത്ര രാജാവുമായിട്ടും അദ്ദേഹം യുദ്ധം ചെയ്തു. നോക്കുക ചരിത്രം എങ്ങനെയാണ് മാറി മറിയുന്നത്. ഇന്ന് നമ്മൾ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഹിന്ദു രാജാക്കന്മാരെല്ലാം സദ്ഗുണങ്ങളുടെ വിളനിലങ്ങളായിരുന്നു. മുസ്ലിം രാജാക്കന്മാര് പ്രാകൃതമായ പൈശാചികമായ ഒരു പ്രതലത്തിലുള്ളവരായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും സമൃദ്ധിയുള്ള നാട്ടുരാജ്യമായ സാമൂതിരിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു രാജാവായ കൊച്ചി രാജാവല്ലേ ഡച്ചുമായിട്ട് കൂട്ടുകക്ഷി ഉണ്ടാക്കിയത്. ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ മതമുണ്ടായിരുന്നു, അധികാരത്തിന് വേണ്ടിയല്ലേ. പക്ഷെ നോക്കുക, ഇന്ന് ഇന്ത്യയുടെ ഒരു ആശയവിനിമയത്തിന്റെ അല്ലെങ്കിൽ ചരിത്രബോധത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രതലത്തിലേക്ക് നമ്മൾ ഊളിയിടുമ്പോൾ ഈ മതത്തിന്റെ കണികകൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചരിത്ര നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രമില്ല, ശാസ്ത്രം പോയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി മുമ്പ് നടത്തിയ പ്രസ്താവനകളൊക്കെ ഉണ്ട്. അദ്ദേഹം എന്താണ് മറ്റേ ഈ കോവിഡിൻ്റെ സമയത്ത് പിന്നെ രാജു നമ്മളെ കൊണ്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യിപ്പിച്ചത്? പാത്രം കൊട്ടിയിരുന്ന ഇവിടെ കൊട്ടിയ ആൾക്കാരുണ്ട്, പാത്രം കൊട്ടിയ ആൾക്കാരുണ്ട്. അതിവിടെ ചില ആൾക്കാരുണ്ട്, എനിക്കറിയാതെ നുണയൊന്നും പറയണ്ട. ഇവിടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം പാത്രം കൊട്ടി എത്ര പേരിവിടെ ഉണ്ട് നോക്കട്ടെ. എന്ത് സമർത്ഥമായിട്ടാണ് കളവ് പറയുന്നത്. ചിലരുടെ മുഖമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ആരൊക്കെയാ പാത്രം കൊട്ടിയെന്നുള്ളത്. വെളിച്ചം തിരിതെളിച്ചു കഴിഞ്ഞാൽ കോവിഡിൻ്റെ അണുക്കൾ പോകുമെന്ന് പറഞ്ഞവരുണ്ട്.
ഗോമൂത്രം ശരീരത്ത് പുരട്ടിയാൽ കോവിഡിന്റെ അണുക്കൾ പോകുമെന്ന് പറയുന്നുണ്ട്. ചാണകത്തിൽ കടന്ന് പുരണ്ടാൽ കോവിഡ് പോകുമെന്ന് പറഞ്ഞവരുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. അദ്ദേഹം അല്ലേ പറഞ്ഞേ ലോകത്ത് പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്, അതുകൊണ്ടല്ലേ ഗണപതിക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അദ്ദേഹത്തെ മാറ്റിയതെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം മറ്റു പറഞ്ഞ കാര്യം, അദ്ദേഹത്തിൻ്റെ ഡിഗ്രി ഇപ്പോൾ വളരെ കോൺഫിഡൻഷ്യലാണ്. അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി ആരും കാണാൻ പാടില്ല. അദ്ദേഹം BA പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, MA പഠിച്ചത് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ, അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ ഡിഗ്രി ഒന്നും സർട്ടിഫിക്കറ്റുകൾ കാണാൻ കഴിയില്ല. ഞാൻ MB എന്നല്ലേ അല്ല, ഇപ്പോൾ ഇവരൊക്കെ MLA ആയിട്ട് പത്മകുമാറെ നിങ്ങളൊക്കെ നിങ്ങളുടെ സാക്ഷ്യപത്രം സമർപ്പിക്കുമ്പോൾ രാജു നമ്മൾ പറയണ്ടേ നമ്മുടെ ഡിഗ്രി എന്താണെന്ന്? ഇല്ലേ? ഒരു പൊതുപ്രവർത്തകന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് അറിയാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട്. നമ്മളെ ഭരിക്കുന്നവരുടെ യോഗ്യത എന്താണ്, സാങ്കേതിക യോഗ്യത എന്താണ്, വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് അറിയാനുള്ള ഒരു അവകാശം പൗരനുണ്ട്. പക്ഷേ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല. ഹൈക്കോടതികൾ പറയുകയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരെ ആർക്കും അറിയില്ല, അദ്ദേഹത്തെ പഠിപ്പിച്ചവരെ ആരും അറിയില്ല. എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഡിഗ്രി കരസ്ഥമാക്കിയെന്നും PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കരസ്ഥമാക്കിയെന്നും ആർക്കും അറിയില്ല. നോക്കുക നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. കഴിഞ്ഞ ശാസ്ത്ര കോൺഗ്രസ്സിൽ 2 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ശാസ്ത്ര കോൺഗ്രസ്സിൽ എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വ്യതിയാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഭരണഘടനയിൽ ആലേഖനം ചെയ്തൊരു സംഭവമുണ്ട്. ഇന്ത്യക്കാരെ ശാസ്ത്രബോധത്തിലായിരിക്കണം വളർത്തിക്കൊണ്ടുവരേണ്ടതെന്ന് ഭരണഘടനയിലുള്ളതാണ്. ആ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എത്രത്തോളം വ്യതിചലിക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് ഈ ശാസ്ത്ര കോൺഗ്രസ്സിലെ പ്രബന്ധങ്ങളിലേക്ക് പോയാൽ മതി. ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ CV രാമനെ പോലുള്ള ആൾക്കാരൊക്കെ അധ്യക്ഷൻ വഹിച്ച ഒരു പ്രധാനപ്പെട്ട, അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കോൺഗ്രസ്സാണ്. ജവഹർലാൽ നെഹ്റു ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്തപ്പോൾ CV രാമൻ പറഞ്ഞു, ഈ ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള യോഗ്യത ജവഹർലാൽ നെഹ്റുവിനുണ്ടോ എന്ന് CV രാമൻ ചോദിച്ചിരുന്നു. ആ ശാസ്ത്ര കോൺഗ്രസ് അവതരിപ്പിച്ച 2 പ്രബന്ധങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പരിശോധിച്ചു നോക്കി. ഒരു പ്രബന്ധം, ഇന്ത്യക്കാരാണ് വിമാനം ഉണ്ടാക്കിയത്, ഇന്ത്യക്കാരാണ് വിമാനം. എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യക്കാരുണ്ടാക്കിയ പഴയ പുഷ്പവിമാനത്തിൽ പോകാൻ പറ്റുന്നില്ല എന്നാരും ചോദിക്കരുത്. ആരും ചോദിക്കില്ല. അദ്ദേഹം ഇപ്പോഴും വിദേശികളുണ്ടാക്കിയ വിമാനത്തിലല്ലേ അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം സ്വദേശിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന പേന മോബ്ലയുടെ പേന, അദ്ദേഹം ഉപയോഗിക്കുന്ന കോട്ട് വിദേശി ഉണ്ടാക്കിയ കോട്ട്, ഷൂ വിദേശി ഉണ്ടാക്കിയ കോട്ട്, അദ്ദേഹം സഞ്ചരിക്കുന്ന BMW വാഹനം വിദേശി ഉണ്ടാക്കിയത്. അദ്ദേഹം ഏത് സ്വദേശ ഉൽപ്പന്നമാണ് ഉപയോഗിക്കുന്നത്? എല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഇതെല്ലാം അവരുണ്ടാക്കിയതല്ലേ. പോട്ടെ, ആ 2 പ്രബന്ധങ്ങൾ പരിശോധിച്ച് നോക്കുക. ഒരു പ്രബന്ധത്തിൽ ഇന്ത്യക്കാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. 2ാമത്തെ പ്രബന്ധമായിരുന്നു, നമ്മുടെ ബാബു വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ പ്രവർത്തിച്ച ആളാണ്. നമ്മളെക്കാളൊക്കെ ശാസ്ത്രബോധം ഉള്ള ആളാണ് അല്ലേ. ബാബുവിൻ്റെ താടി ഇങ്ങനെ നീണ്ട് എവിടം വരെ എത്തുന്ന ബാബു? ഇത് എന്താണിത്? ഹിമാലയത്തിൽ പോയിരുന്ന ഒരു യോഗി വര്യനായിട്ട് മാറുന്നുണ്ട്. ഒരു പക്ഷേ ഇദ്ദേഹം ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാണല്ലോ ഒരുപാട് ആരാധകരും അനുയായികളും ഉണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഡിമാൻഡായിട്ട് ഇന്ത്യയിൽ. വേണമെങ്കിൽ സദ്ഗുരുവായിട്ടോ അല്ലെങ്കിൽ ശ്രീ രവിശങ്കറിൻ്റെ മറ്റൊരു പതിപ്പായിട്ടൊക്കെ വേണമെങ്കിൽ ബാബുവിന് മാറാൻ പറ്റും. ഒരു ആശ്രമമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാബു കോടാനുകോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഇവിടെയും മോശമൊന്നുമല്ല, കേരളത്തിലും വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. 2ാമത്തെ പ്രബന്ധം, അതായത് ഈ നാസയുടെ ഫോട്ടോഗ്രാഫിയിൽ ഈ മാർസിനെ കുറിച്ച്, ചൊവ്വയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഹെൽമറ്റ് രൂപത്തിലുള്ള 2 ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഹെൽമറ്റ് രൂപത്തിലുള്ള. അപ്പോൾ ഒരു പ്രബന്ധകാരൻ എഴുതി വച്ചിരിക്കുകയാണ്, ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിച്ച പ്രബന്ധമാണെന്ന് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്,
ഇത് മഹാഭാരത യുദ്ധകാലത്ത് ഒരു രാജാവിന്റെ തലയിൽ നിന്ന് തെറിച്ചുപോയ കിരീടമാണ്. ഏത് ചൊവ്വേല് ഈ നാസയുടെ ചിത്രത്തിൽ പതിഞ്ഞ നിങ്ങൾ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് നോക്കുക, ഏത് രൂപത്തിലേക്കാണ് നമ്മുടെ ശാസ്ത്രബോധം മാറി മറിയുന്നത്. ഇന്ന് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയുള്ള സിലബസുകൾ പരിശോധിച്ചാൽ വേദിക് സയൻസ് ആണ്. ഞാൻ പഠിച്ച ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ 300 വേക്കൻസികൾ ഉണ്ടായിരുന്നു. ആ 300 വേക്കൻസികൾ അവർ ഫില്ല് ചെയ്തു. ആ 300 വേക്കൻസിയിലേക്ക് ആര് വന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരു പ്രത്യേക പ്രത്യയശാസ്ത്ര ധാരയുടെ ആൾക്കാരെ ആ പോസ്റ്റുകളിലേക്ക് അവർ നിയമിച്ചു. ഈ രൂപത്തിൽ പോകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ സർവകലാശാലകൾ ഏത് രൂപത്തിലേക്ക് മാറുമെന്ന് നമ്മൾ ചിന്തിക്കണം. നാസി ജർമ്മനിയെക്കുറിച്ച് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ നടത്തിയൊരു പരാമർശമുണ്ട്. ഒരു പക്ഷേ അതിവിടെ നമ്മൾ പറഞ്ഞു പോകേണ്ടത് പ്രസക്തമായൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വന്ന ഘട്ടത്തിൽ ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ജൂതനാണ്. അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം പിന്നീട് ന്യൂയോർക്ക് ടൈംസിന് ഒരു അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിറ്റ്ലർ അപകടകാരിയാണ്, ഈ രാജ്യത്തെ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. ഹിറ്റ്ലറുടെ സാന്നിധ്യം ജർമ്മനിക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയൊരു വിപത്തായി ഭവിക്കുമെന്ന് ചിന്തിച്ചിരുന്നുണ്ട്. പക്ഷേ അവരിൽ പലരും ഒരു രസത്തിന് ഹിറ്റ്ലറിന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു അഭിമുഖത്തിൽ പറയുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ മോഡി ഒരു വലിയ ഉസ്താദാന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപകടത്തിലേക്കാണ് ഇന്ത്യ നയിക്കുക. നമ്മുടെ സാഹോദര്യം അപകടത്തിലാകുമെന്ന് തിരിച്ചറിവുള്ളവർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ജർമ്മനിയിലെ അക്കാഡമിക് സമൂഹം ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഹിറ്റ്ലറെ പ്രതിരോധിക്കാമായിരുന്നുവെന്ന്. എന്തുകൊണ്ടാണ് ഈ ഫാഷിസ്റ്റ് ശക്തികൾ നമ്മുടെ സർവകലാശാലകളെ, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വരിഞ്ഞു മുറുക്കുന്നതെന്ന് നമുക്ക് അറിയാമോ എന്നുള്ള കാര്യം എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഒരു പക്ഷേ ഏറ്റവും വലിയൊരു ആപ്തവാക്യമുണ്ട്, ചരിത്രത്തെ നിയന്ത്രിക്കുന്നവരാണ് ഭൂതകാലത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഹു കൺട്രോൾസ് ദ പാസ്റ്റ് കൺട്രോൾസ് ദ ഫ്യൂച്ചർ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിക്കണം. മഹാത്മാഗാന്ധിയുടെ ഘാതകന്റെ പട്ടികയിൽ ഉൾപ്പെട്ട പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന വീർ സവാർക്കറുടെ പടം, ഛായാചിത്രം പാർലമെന്റിൽ അനാവരണം ചെയ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രം തലകീഴെ മറിയുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ പോലും മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് നേരെതിർവശം സവാർക്കർ ചിത്രം പ്രതിഷ്ഠിക്കാനുള്ള തൻ്റെ ഇടവും ധാർഷ്ട്യവും ഇന്നത്തെ ഭരണാധികാരികൾ കാണിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യയുടെ ചരിത്രത്തെ തിരുത്തിക്കുറിക്കാനുള്ള ഈ വെമ്പല് കൊണ്ടാണ്. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഒരു സൈക്കിക് ഡിസ്റ്റംബർ. സൈക്കിക് ഡിസ്റ്റംബറിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ ഒരു മനോരോഗം ആ രാജ്യത്തെ ഗ്രസിച്ചു എന്നാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ആ മനോരോഗം ആ ഭൂമികളെയൊക്കെ ഗ്രസിച്ചിരുന്നില്ലേ എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവുകയാണ്. ഉത്തർപ്രദേശിലൊക്കെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വീടുകൾക്ക് മുകളിലൂടെ ബുൾഡോസറുകൾ പായുമ്പോൾ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ആ മനോരോഗം അങ്ങോട്ടൊക്കെ പടർന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഛത്തീസ്ഗഡിൽ നിരപരാധികളായ 2 കന്യാസ്ത്രീകളെ പിടിച്ച് കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ തള്ളുമ്പോൾ ഈ ജർമ്മനിയിൽ പടർന്നു പിടിച്ച മനോരോഗത്തിന്റെ മറ്റൊരു ദൃശ്യമല്ലേ അവിടെ കാണാൻ കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ നമ്മുടെ 2 മലയാളി കന്യാസ്ത്രീകളെ ഇവർ പിടിച്ച് ജയിലിലാക്കി. ഇവിടെ ഉള്ളവർക്ക് അറിയോ? അതൊക്കെ കേട്ടിട്ടില്ലേ?
ഇടതുപക്ഷത്തിൻ്റെ MP പോയിരുന്നു, ഞങ്ങൾ പോയിരുന്നു. എന്താ അവർ ചെയ്തത്? 3 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പ്രായപൂർത്തിയായിട്ടുള്ള 3 സ്ത്രീകൾക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാൻ അവർ സന്നദ്ധരായി. സമ്മതിക്കില്ല. മതപരിവർത്തനത്തിന് പോകുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ പോയി. ആ 2 കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. പക്ഷേ അതിനെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഇവിടുന്ന് രാജീവ് ചന്ദ്രശേഖറും കൂട്ടരൊക്കെ അവിടെ വന്നു എന്നുള്ള കാര്യം വേറെ. NIA കോടതിയിൽ ആ കേസ് കിടക്കുകയാണ് ഇപ്പോഴും. NIA കോടതിയിൽ രാജ്യദ്രോഹം പോലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യേണ്ട NIA കോടതിയിലാണ് ഈ 2 സാധുക്കളായിട്ടുള്ള കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയുടെ ഈ വ്യതിയാനത്തെക്കുറിച്ചും പ്രയാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആകുലപ്പെടുന്നത്, ഇതുപോലുള്ള സെമിനാറുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇന്ത്യയിൽ അനിവാര്യമായിട്ടുള്ള 3 ഘടകങ്ങൾ പരിപോഷിപ്പിക്കപ്പെടണം എന്ന് പറയാൻ കാരണമെന്ന്? ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തണമെങ്കിൽ പരമപ്രധാനമാണ് 3 കാര്യങ്ങൾ, 3 ഘടകങ്ങൾ. 1, ജനാധിപത്യം വേണം. ജനാധിപത്യം ഇന്ന് ഈ വോട്ട് ചോരി എന്നുള്ള പേരിൽ നിന്ന് പ്രതിപക്ഷം നടത്തുന്ന ഒരു പ്രചരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ ലളിതമാണ്. ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ള വോട്ടുകൾ കൂട്ടിച്ചേർക്കുക, അവർക്ക് ആവശ്യമില്ലാത്ത വോട്ടുകൾ വെട്ടിക്കളയുക. ഇപ്പം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അടുത്ത പ്രാവശ്യം കൂടി ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് രാജു അബ്രഹാം നമുക്കൊരു 72 സീറ്റ് കിട്ടിയ ഭൂരിപക്ഷമായില്ലേ? അപ്പോൾ ഇടതുപക്ഷം പറയുകയാണ്, ഞങ്ങൾക്കധികം ശക്തിയില്ലാത്ത മണ്ഡലങ്ങളിൽ നിന്ന് കുറേ ആൾക്കാരെ ഞങ്ങൾ ആടി നിൽക്കുന്ന അല്ലെങ്കിൽ തുല്യമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് ചേർക്കുന്നു. ഇടതുപക്ഷം വിചാരിച്ചു കഴിഞ്ഞാൽ 75 സീറ്റിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? മലപ്പുറത്ത് ഒരു കാരണവശാലും ജയിക്കാത്ത ചില മണ്ഡലങ്ങളിലെ CPM-കാരോട് പറയുകയാണ്, നിങ്ങൾ അവിടെ വേണ്ട, നിങ്ങൾ ഇപ്പുറത്ത് വോട്ട് ചേർത്തോളാൻ പറയുന്നു. അങ്ങനെ അവിടെയുള്ള വോട്ടെല്ലാം ഇപ്പുറത്ത് ചേർത്ത് 75 സീറ്റ് പിടിച്ചാൽ പോരും. ഇതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ. അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, പിന്നോക്കക്കാർ അവരൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ വോട്ടുകൾ നിഷ്കരണം വെട്ടിക്കളയുക. നോക്ക് എങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തണമെങ്കിൽ ജനാധിപത്യം അത്യന്താപേക്ഷിതമാണ്. 2ാമത്തെ ഘടകം മതനിരപേക്ഷത. മതനിരപേക്ഷത ഇല്ല എങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യം തീർന്നു, അസ്തമിച്ചു. 3ാമത്തതാണ് ഏറ്റവും പ്രധാനം, ഫെഡറലിസം. ഇന്ത്യൻ ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട്, ഒരു സംസ്ഥാനവും കേന്ദ്രത്തിന് വിധേയപ്പെട്ടല്ല, 2ഉം ഭരണഘടനയുടെ സൃഷ്ടികളാണ്, 2ഉം ഭരണഘടനയുടെ ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ച് ആ സംസ്ഥാനങ്ങളുടെ ഭരണം അട്ടിമറിക്കാൻ, നിശ്ചലമാക്കാൻ, തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഒരു ഗവൺമെൻറ് ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് നൂല് കെട്ടിയിറക്കി വന്ന ഒരു ഗവർണർ, ആ ഗവർണർക്ക് വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം എത്രയാണ്? ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ജനവിഭാഗം തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ ഇകഴ്ത്താൻ വേണ്ടി, താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഇതുപോലൊരു വ്യക്തി ശ്രമിച്ചാൽ ആ ഭൂമിയിലെ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്താണ് നിലയുറപ്പിക്കുക? കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ മാധ്യമങ്ങളുടെ സ്വഭാവം. അതുകൊണ്ടാണ് ഞാനൊരു മാധ്യമപ്രവർത്തകർ എന്നുള്ള പദവി ആഗ്രഹിക്കാത്തത്, അതല്ലെങ്കിൽ അവകാശപ്പെടാത്തതിൻ്റെ കാരണം. ഇന്ത്യ എന്നുള്ള രാജ്യം നിലനിൽക്കണമെങ്കിൽ അനിവാര്യമാകുന്ന ഈ 3 ഘടകങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഏക പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ ഈ സെമിനാറിൻ്റെ ഇതിവൃത്തം പ്രസക്തമാകുന്നത് ഇടതുപക്ഷം എന്തുകൊണ്ട് ഇന്ത്യയിൽ ശക്തിപ്പെടണം, ഇടതുപക്ഷ ആശയങ്ങൾ എന്തുകൊണ്ട് ഭരണഘടനാ സംരക്ഷണത്തിന്
അനിവാര്യമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന് അടിവരയിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സെമിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ സെമിനാർ വരും ദിവസങ്ങളിൽ മറ്റൊരു രൂപത്തിലും മറ്റൊരു ഭാവത്തിലും മറ്റ് പല വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കേരളം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് വഴികാട്ടേണ്ടത് എന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മുമ്പോട്ടുള്ള പ്രയാണം കൂടുതൽ ശക്തിയോടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.